ദിയക്കുട്ടി. ഹായ് ജിയ കുട്ടി. ഹലോ. മധുവെങ്കിലും ഇച്ചിരി പ്രശ്നമുണ്ട്. മധുവെങ്കിലും പാറ്റിക്കൊണ്ട് ഇവിടെ ഇരിക്കുവാണ്. ഞാൻ കേട്ടു. ഇഷ്ടപ്പെട്ടോ പാടിയത്? ഇഷ്ടപ്പെട്ടു. ദിയുടെ എന്തോ ഇന്ന് പ്രത്യേക ചുന്ദരിയാണല്ലോ. താങ്ക് യു. എന്തായിരിക്കും കാരണം? പട്ടുപാവാടയാണോ? നെയ്യില് വറുത്തെടുത്ത പാവാട അതെന്താ? കണ്ടില്ലേ? നല്ല നെയ്യില് വറുത്തെടുത്ത പാവാട. ദിയക്കുട്ടിയുടെ എല്ലാ പെർഫോമൻസസ്, കഴിഞ്ഞ കുറേ അധികം പെർഫോമൻസസ് സൂപ്പർ Outstanding. താങ്ക് യു സർ. സംശയമില്ല. അപ്പൊ ദിയക്കുട്ടി വരുമ്പോ തന്നെ ഇതാ എന്തോ സംഭവിക്കാൻ പോകും. അതെ, അതെ. നമുക്ക് പ്രതീക്ഷയാണ്. ഞങ്ങളൊക്കെ ചോക്ലേറ്റ് ഒക്കെ തിന്നാൻ റെഡി ആയിരിക്കുകയാണ്. ഒരു മഴക്കാറ് കാണുന്നുണ്ട്. അതെ. അപ്പൊ കൺഗ്രാറ്റ്സ്, ഈ പുതിയ ഘട്ടത്തിലേക്ക് ദിയക്കുട്ടി സെലക്ടഡ് ആയതിന്, ചാടിയതിന്. മുന്നോട്ട് പോകുന്നതിന് എന്ത് പറയുന്നു? നല്ല തന്നെ. അത് ഞാന് നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വില്ലി വൈറ്റ് അച്ഛന്റെ ഫ്രണ്ടിന് കൊടുത്തായിരുന്നു. അച്ഛൻ പോകുന്ന ജിമ്മിലെ ഷിനോജ് അങ്കിളുടെ വീട്ടില്. അപ്പൊ വീട്ടില് അങ്കിളുടെ അമ്മ ഭാരതി അമ്മയുണ്ട്. അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴൊക്കെ എനിക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടു തരാറുണ്ട്. അപ്പൊ ഇത് കൊടുത്തപ്പോ ഭയങ്കര സന്തോഷായേ. എന്നിട്ട് മോളെ വിളിച്ച് പറയാ, അതെ ടോപ്പ് സിംഗർ പാടുന്ന ദിയല്ലേ, അവക്കിട്ട് സമ്മാനൊക്കെ നമുക്കൊക്കെ തന്നിന്. ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു. അപ്പൊ ഭാരതി അമ്മയ്ക്ക് ഒരു ഹായ്. അപ്പൊ ഭാരതി അമ്മയ്ക്ക് മീനാക്ഷി ചേച്ചിനെ ഭയങ്കര ഇഷ്ടം. വല്ല ആവശ്യമുണ്ടോ? എന്റെ ഭാര്യ അമ്മേ. ചക്കര ഉമ്മ കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. ദിയക്കുട്ടി, ഈ റൗണ്ടിലെ ഫസ്റ്റ് സോങ് അല്ലേ, നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്ന് പാടാൻ പോകുന്ന പാട്ട് പാടി തൊടിയിലേതോ പൊന്നാഞ്ഞിലിമേൽ. ആഹാ, രവീന്ദ്ര മാസ്റ്റർ, അതുപോലെ ഗിരീഷ് ഏട്ടൻ, ഗിരീഷ് പുത്തഞ്ചേരി സർ. സിനിമ എന്ന് പറയുന്നത് ആറാം തമ്പുരാൻ, ജഗന്നാഥൻ, അതെ, ഉണ്ണിമായ. എല്ലാവരും നമ്മുടെ മുന്നിലേക്ക് വന്ന് നിൽക്കും അല്ലെ. ഡയറക്ടർ ഷാജി കൈലാസൻ, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രഞ്ജിത്ത് ഏട്ടൻ. ഇതെല്ലാം ഓർക്കാണ്. എന്തൊരു മനോഹരമായ സിനിമയാണ് അല്ലെ, ഐക്കോണിക് സിനിമയാണ്. അതിലെ പാട്ടുകളെല്ലാം വളരെ 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 ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പാടി തൊടിയിലേതോ, പാടി തൊടിയിലേതോ, പിന്നെ കിരീടം ചൂടി, അങ്ങനെ മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ ആ സിനിമയിലെ ഈ പാട്ട് ദിയക്കുട്ടിയുടെ വോയിസിൽ കേൾക്കാനായിട്ട് നമ്മൾ കൊതിച്ചിരിക്കുകയാണ്. Come on.
പൊന്നിനൊരുളിയൊരുക്കണം പാടി തൊടിയിലേതോ പൊന്നാനിലിമേ പുലരി വേലൊളി പൂക്കാവടി ആടി തിരുത്തില്ലാൻ വിമില തകിലൊടു പാടി പാടി തിരുവിരലിൽ ചാർത്താൻ താരമോതിരം കണ്ണെഴുതാരാവിരുൾ കൂടു കൺമഷി കസവണിയാൽ മാറ്റിടും മാഘപൂർണം തിരുവേണി പന്തലുമേയാൻ തിരുനാമണലോരത്തെ തിരുവാതിരമെനയും പനയൂര പൊന്നാനിലിമേ പുലരി വേലൊളി പൂക്കാവടി ആടി തിരുത്തില്ലാൻ വിമില തകിലൊടു പാടി പാടി സൂപ്പർ സൂപ്പർ കാലക്കി. ഇരിക്കട്ടെ, ഒരു പ്രസന്റ്, ഒരു പഴം. സബാഷ് സബാഷ് സബാഷ്. താങ്ക് യു സർ. ഔട്ട് ഓഫ് ദ വേൾഡ്. ഒരാൾക്കും ഇങ്ങനെ പാടാൻ പറ്റില്ല. I'm telling you. It was great. സലാം. താങ്ക് യു സർ. താരമോതിരം കണ്ണെഴുതാരാവിരുൾ കൂടു കൺമഷി കസവണിയാൽ മാറ്റിടും മാഘപൂർണം തിരുവേണി പന്തലുമേയാൻ തിരുനാമണലോരത്തെ തിരുവാതിരമെനയും പനയൂർ. യെസ്, ദേവനന്ദകുട്ടി, അസ്ന, ഹനൂനക്കുട്ടി, സെബ മൂൺ എല്ലാവരും കലക്കി. നന്നായിരുന്നു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു. താങ്ക് യു കോറസ്. പുലരി ഞാൻ ചോദിക്കട്ടെ, അനൂപിനോട് ചോദിക്കട്ടെ, അനൂപേ, ഇങ്ങനെ ഈ പാട്ട് അടുത്തിടെ ആരെങ്കിലും പാടി കേട്ടിട്ടുണ്ടോ? ഉത്തരം പറഞ്ഞാൽ. തീർച്ചയായും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പാടുന്നു. യെസ്. അനുപിന്റെ എന്നൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളൊരു വാക്ക് കിട്ടണമെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനെയൊക്കെ കേൾക്കണമെങ്കിൽ. രാജാ സാറിന്റെ പോലെയാ. നമ്മുടെ ശശികണ്ഠനോട് ചോദിക്കട്ടെ. സർ നന്നായി പാടി സർ. എക്സലന്റ്. എക്സലന്റ്. അത് ഈസിയാണ് കിട്ടാൻ. അതും ഭയങ്കര ബുദ്ധിമുട്ടാ. അത് ദേവരാജ മാഷിന്റെ പോലെയാ. ഹെറാൾ ബ്രദർ, റിഹേഴ്സലിന്റെ സമയത്ത് ഇതുപോലെ നന്നായിട്ട് പാടിയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച സംഭവമാണ് ഇത്. അതുകൊണ്ട് ഇത് കീരവാണി സാറിന്റെ പോലെ. ട്രാൻസി വാക്കുകളിലേട്ടാ പറയാൻ അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. അത് എന്റെ സാറിനെ പോലെ. എത്ര പേരുടെ അഭിപ്രായം കേട്ടു? ഇപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും പ്രേക്ഷകർ ഓരോരുത്തരും പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പറയണ്ടാവും അല്ലേ? ഇതിപ്പോ ഈ പാട്ടിനെ പറ്റിയേ ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ ഉണ്ടാക്കി പറയേണ്ടി വരും. എത്ര കുറ്റം കണ്ടുപിടിക്കാൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും നമ്മുടെ ദിയക്കുട്ടിയുടെ കാര്യത്തിൽ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. തുടക്കമായതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു തുടക്കം. ശരിയാണോ? അത് പാടിയില്ലേ? അവിടെ പാടിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കോൺഫിഡൻസ്, ചിലപ്പോ പാട്ടിലോട്ട് ഇങ്ങനെ കയറണ്ടേ, സമയം കൊടുക്കണ്ടേ, അത് മാത്രം അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞെട്ടിച്ച്
താങ്ക് യു സർ. ഞാൻ ആലോചിച്ചത് ഇങ്ങനെ പാടാൻ പറ്റുന്ന ഒരാൾക്ക്. ഈ പാട്ട് മീനൂട്ടി തൊട്ടാപ്പൊള്ളും. അങ്ങനെയാണ് രവീന്ദ്ര മാസ്റ്ററുടെ കോമ്പോസിഷൻ എന്നുള്ളത്. ഈ ദർബാർ എന്ന് പറഞ്ഞ രാഗത്തിന്റെ ചില ഛായകളുണ്ട്. അതെ. ദർബാറും നായകി എന്ന് പറഞ്ഞ രാഗവും അടുത്തടുത്ത് കിടക്കുന്ന രാഗങ്ങളാണ്. ഇത് തമ്മില് നമുക്ക് കോൺട്രാസ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ കുറെ ഉള്ളിലോട്ട് പോയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ദർബാർ എന്നുള്ള രാഗത്തില് അത് ബേസ് ചെയ്ത് പാട്ടുണ്ടാക്കാൻ കഴിയും എന്ന് പ്രൂവ് ചെയ്യാണ്. അതെ അതെ, ശരിക്കും രവീന്ദ്ര മാസ്റ്റർ. അപ്പൊ അക്കാലത്ത് രവീന്ദ്ര മാസ്റ്ററുടെ ആ കാലത്ത് അദ്ദേഹം ആദ്യം കോറസ് ആണ് പാടിക്കൊണ്ടിരുന്നത്. സിനിമകളുടെ പാട്ടുകൾക്ക് കോറസ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ വലിയൊരു സംഗീത സംവിധായകൻ, ലെജൻഡറി, അദ്ദേഹത്തിനടുത്ത് ഇദ്ദേഹം ചോദിച്ചു, ഈ ഹംസധ്വനി ആ രാഗത്തില് സാർ എന്താ പാട്ട് ചെയ്യാത്ത എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹംസധ്വനിയിൽ 5 സ്വരം தான் இருக்கு, சரிக பனி, அதில் என்ன பண்ண முடியும், அது ரெஸ்ட்ரிக்ட் இல்லை, ரொம்ப ரெஸ்ட்ரிக்റ്റഡ് ഏരിയ, അതിൽ பண்ணாலும் ഒരു ഡിഫറെൻ്റ് தெரியாது എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രവീന്ദ്ര മാസ്റ്റർ ആയപ്പോൾ അദ്ദേഹം ഹംസധ്വനിയിൽ മനതാരിലെന്നും പൊൻകിനാവും കൊണ്ടുവാ, അതുപോലെ രാഗങ്ങളെ മോഹങ്ങളെ, അങ്ങനെ പാട്ടുകൾ ചെയ്തു. അപ്പൊ ഈ രാഗങ്ങളിൽ എങ്ങനെ പാട്ടുകൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ഭൂത കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ടിരുന്ന ആളാണ് നമ്മുടെ രവീന്ദ്ര മാസ്റ്റർ. ഇത് ആരുടെ? ഹംസധ്വനിയാണ്. ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ദർബാർ എന്നുള്ള രാഗത്തില് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്. ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പാടി വെച്ചിട്ടുണ്ട്. താങ്ക് യു സർ. എനിക്ക് പ്രാർത്ഥനയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ചിത്ര ചേച്ചി കേൾക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവണമെന്നാണ്. നമുക്ക് രവീന്ദ്ര മാസ്റ്റർ ഇല്ല, അല്ലെങ്കിൽ മാഷിനെ കേൾപ്പിക്കാൻ പറ്റും. ശോഭ ചേച്ചിയെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റും. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ഗിരീഷേട്ടൻ ഇല്ല. ഗിരീഷേട്ടൻ ഉണ്ടെങ്കിൽ ഷുവറായിരുന്നു അവിടെ വന്ന് കെട്ടിപ്പിടിച്ചേ. ഗിരീഷേട്ടൻ അങ്ങനെയാണ്, ഒരൊറ്റ ഇൻസ്റ്റന്റില് ആ സ്നേഹം അങ്ങനെ കാണിക്കും. അങ്ങനെയാണ് ഗിരീഷേട്ടൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നത്. അപ്പൊ അവർ രണ്ടുപേരും ഇല്ല. ചിത്ര ചേച്ചി നമ്മുടെ കൂടെ ഇങ്ങനെ പാട്ടുകളുമായിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇത് കേൾക്കാനായിട്ടുള്ള അവസരം എങ്ങനെയെങ്കിലും ഉണ്ടാവട്ടെ. അങ്ങനെ ചേച്ചിയുടെ അനുഗ്രഹം കൂടി നമ്മുടെ കുഞ്ഞിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. All the best. താങ്ക് യു സർ. ദിയക്കുട്ടി, വാക്കുകളില്ല. വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ചോക്കാനും വരുന്നു. വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടി. അത്രയ്ക്ക് നന്നായിരുന്നു പാടിയത് കേട്ടോ. താങ്ക് യു സർ. ഈ അടുത്ത കാലത്തൊന്നും ഇതുവരെ ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ പാട്ട് പാടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഓർമ്മയിലില്ല, പക്ഷെ ഇത് വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ. ഇതൊന്നും പറയാനില്ല. എനിക്കും പറയാം, ഞാൻ അങ്ങോട്ട് വരാം, കെട്ടിപ്പിടിക്കും. എൻ്റെ ഒരു സ്റ്റൈലിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയാണ് ദിയക്കുട്ടിയുടെ. എനിക്കൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല മീനൂട്ട ഇതുപോലെ പാടുന്നത്. സ്വപ്നം പോലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അത്ര എക്സെപ്ഷണൽ ആണ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണ് ദിയക്കുട്ടി ഇവിടെ. എക്സെപ്ഷണലി പെർഫോമിങ്, എക്സെപ്ഷണലി സിംഗിങ്. അതിലത്തെ ഓരോ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിച്ച് പഠിച്ച് പാടുകയാണ്. വേറെ ഒന്നും പറയാനില്ല. മ്യൂസിക് ഡയറക്ടേഴ്സ് ക്യൂ നിൽക്കും ചിലപ്പോ ഒന്ന് ഡേറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഒരു പാട്ട് പാടാൻ. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവണം. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഓട്ടോഗ്രാഫ് കിട്ടും. ഞങ്ങളിന്ന് മറന്നുപോലെ കേട്ടോ. മറന്നു പോരുത്. അയ്യോ ആരെന്നൊന്നും അപ്പൊ ചോദിക്കരുത്. നമ്മളെങ്ങനെ ഫോൺ ചെയ്യും? അല്ല നമ്മളൊക്കെ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഒന്ന് സംസാരിക്കാന്ന് നോക്കിയപ്പോ മാനേജർ ഫോൺ ചെയ്തിട്ട് മാഡം ബിസിയാണ്, പിന്നെ അല്ലെ. എനിക്കത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യത്തിൽ. അതായത് എന്റെ പാട്ടുകളിലൂടെ തന്നെ വന്ന പല ആൾക്കാരെ പിന്നെ വിളിക്കുമ്പോഴേ മാനേജർ ഫോൺ എടുക്കും. സർ പൈസ കിട്ടിയില്ല, എപ്പോഴാണ് പൈസ കിട്ടണമെന്ന്. ആ രീതിയിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ ദർബാർ നായകി എന്ന് പറഞ്ഞില്ലേ, ദർബാറിലും നായകിയിലുമുള്ള 2 കൃതികളെ പറ്റി പറയാം. അത് രണ്ടും ദിയക്കുട്ടി പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദിയക്കുട്ടിക്ക് അത് സൂപ്പർ ആക്കാൻ പറ്റും. ഈ നായകിയിലുള്ളത്
രംഗ നായകം ആശ്രയേ രംഗ നായകം. ഇങ്ങനെ ലാസ്യമായിട്ട് പാടും. പക്ഷെ ദർബാറാകുമ്പോ കുറച്ചുകൂടെ വൈബ്രന്റ് ആണ്. മുന്തു വേണുകയിറ് പ്രകല തോടൈ അങ്ങനെ വരും. രണ്ട് പോലെയാണ്. ഒന്ന് വൈബ്രന്റ് ആണ്, മറ്റേത് ലാസ്യമാണ്. അതെ. ഇതെന്താ പറയണെച്ചാ അത്രയധികം ടാലന്റ് ഉള്ളതുകൊണ്ടാണ്. ഈ 2 രാഗങ്ങൾ പഠിച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പഠിക്കണേ. ഓ പഠിക്കും പഠിക്കോ? പഠിക്കും. പ്രോമിസ് ആണോ? പ്രോമിസ്. പ്രോമിസ് ഒന്നേ. പ്രോമിസ്. ആ ദീകുട്ടി, എന്താ? ഈ റൗണ്ട് തൊട്ട് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമുണ്ട്. Okay. അതെന്താ വെച്ചാ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് തോന്നുമ്പോൾ നമ്മൾ ഒരു സാധനം കൂടി ആഡ് ചെയ്യും, ഒരു നക്ഷത്രം കൂടി ആഡ് ചെയ്യും. ആ നക്ഷത്രം എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആണ്. അത്രയും പ്രഷ്യസ് ആണെങ്കിൽ മാത്രമേ നക്ഷത്രം ആഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, Okay. നക്ഷത്രം എന്ന് പറയുമ്പോൾ സ്റ്റാർ അല്ലേ? ഉം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് മാർക്ക്? 100 ആണെങ്കിൽ അതിന്റെ കൂടെ 100 ആണെങ്കിൽ മാത്രം അതിന്റെ കൂടെ 1 സ്റ്റാർ ആവാം, 2 സ്റ്റാർസ് ആവാം, 3, 4, 5 സ്റ്റാർസ് വരെ ആവാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് ക്വാളിറ്റി കൂടുന്നതനുസരിച്ച്. സോ ഇതൊരു അൾട്ടിമേറ്റ് പെർഫോമൻസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 + 5 സ്റ്റാർസ്. ഒരു മധുരമഴ. ഏതോ പൊന്നായിലിമേ പുലരി വേലൊളി പൂക്കാവടിയാടി തിരുത്തില്ലാൻ തിമില അപ്പൊ എം ജെ അങ്കിൾ, ഇത് ശരിക്കും അടിപൊളിയാണ്. ദിയക്കുട്ടി അത്ര നന്നായി പാടിയതുകൊണ്ടാണ് 5 സ്റ്റാർ കിട്ടിയത്. അതെ, 5 സ്റ്റാർ കാറ്റഗറിയാണ്. ഇനിയിപ്പോ നമ്മൾ അത് നോക്കി വെക്കും. അതിന് ഒരു 5 സ്റ്റാർ കൊടുക്കാമോ? ഇതിൽ 5 സ്റ്റാർ ഇല്ല ഇന്ന് കിട്ടിയത് കൊണ്ട്. രാഘു. പക്ഷെ ആദ്യമായിട്ട് ടോപ്പ് സിംഗർ സീസൺ 6 100 + 5 സ്റ്റാർ മേടിക്കുന്ന ആൾ ആരാണ്? Yes. ദിയക്കുട്ടിയാണ്. അതെ അതെ, ചരിത്ര അത് സംഭവമാണ്. മാത്രമല്ല ചരിത്രം തിരുത്തി കുറിച്ചു. അതിന്റെ കൂടെ പെർഫോമർ ഓഫ് ദ ഡേ. കൺഗ്രാറ്റുലേഷൻസ്. ദിയക്കുട്ടിക്ക് വലിയ വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ.